എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന വിഷയമാണ് സ്ത്രീ ശരീരവും ലൈംഗികാരോഗ്യവും. പ്രത്യേകിച്ചും സൗന്ദര്യ സങ്കല്പങ്ങളുടെ പേരിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അപകർഷതാബോധം അനുഭവിക്കുന്ന ഒന്നാണ് സ്തനങ്ങളുടെ വലിപ്പവും ആകൃതിയും. സിനിമകളും പരസ്യങ്ങളും സൃഷ്ടിച്ചുവച്ച ചില തെറ്റായ അളവുകോലുകൾ കാരണം എന്റെ ശരീരം പെർഫെക്റ്റ് ആണോ എന്ന് സ്വയം സംശയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതോടൊപ്പം പുരുഷന്മാരിലും ഇതിനെക്കുറിച്ച് നിരവധി മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്തനങ്ങളുടെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണ്? സ്തനങ്ങളുടെ വലിപ്പവും ലൈംഗിക ആസ്വാദനവും തമ്മിൽ എന്തെങ്കിലും ശാസ്ത്രീയ ബന്ധമുണ്ടോ? ഇതിനു പിന്നിലെ ശരീരശാസ്ത്രവും ലൈംഗികാരോഗ്യവും എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. സ്തനങ്ങളുടെ സ്വാഭാവിക ആകൃതികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട്. ഈ ലോകത്ത് വിരലടയാളം പോലെ തന്നെ ഓരോ സ്ത്രീയുടെയും ശരീരഘടന വ്യത്യസ്തമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ പ്രധാനമായും കണ്ടുവരുന്ന ചില പൊതുവായ ആകൃതികൾ ഇവയാണ്. ഒന്നാമതായി റൗണ്ട് ഷേപ്പ്. മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേപോലെ നിറഞ്ഞ ഘടനയാണ് റൗണ്ട് ഷേപ്പ്. രണ്ടാമത്തെ ഷേപ്പാണ് ടിയർ ഡ്രോപ്പ് ഷേപ്പ്. മുകൾ ഭാഗം അല്പം നേർത്തതും താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായി വലിപ്പമുള്ളതുമായ ഘടന. ഇതാണ് പ്രകൃതിദത്തമായി ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഷേപ്പ്. മൂന്നാമത്തെ ഷേപ്പാണ് അസിമെട്രിക് ഷേപ്പ്. രണ്ട് സ്തനങ്ങളും രണ്ട് വലിപ്പത്തിലോ അല്ലെങ്കിൽ അല്പം വ്യത്യാസമായ ആകൃതിയിലോ ആയിരിക്കുന്നത്. ഭൂരിഭാഗം സ്ത്രീകളിലും ഒരു സ്തനം മറ്റേതിനേക്കാൾ ചെറുതായി വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് തികച്ചും സ്വാഭാവികമാണ്. അടുത്തതായി നാലാമത്തെ ഷേപ്പാണ് ഈസ്റ്റ് വെസ്റ്റ് ഷേപ്പ്. മുലക്കണ്ണുകൾ നേരെ മുന്നോട്ടല്ലാതെ ഇരുവശങ്ങളിലേക്കും അല്പം ചെരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഷേപ്പ്. അടുത്തതായി ബെൽ ഷേപ്പ്. മുകൾ ഭാഗം മെലിഞ്ഞ് താഴേക്ക് വീതിയുള്ള ഒരു മണിയുടെ ആകൃതിയിലുള്ള ഘടനയാണ് ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നിപ്പിളുകളുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ചിലർക്ക് സാധാരണ രീതിയിലുള്ളതാണെങ്കിൽ ചിലർക്ക് പരന്നതോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതോ ആകാം. ഇതെല്ലാം ജനിതകപരമായ വ്യത്യാസങ്ങളാണ്. യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അടുത്തതായി സ്തനങ്ങളും ലൈംഗികതയും ശാസ്ത്രീയ വശം. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ലൈംഗികതയിൽ സ്തനങ്ങൾക്കുള്ള പങ്ക് എന്താണ്? ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറോജനസ് സോണുകളിൽ ഒന്നാണ് സ്തനങ്ങളും നിപ്പിളുകളും. അതായത് സ്പർശനത്തോട് വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന നാഡീഞരമ്പുകൾ ഇവിടെ ധാരാളമുണ്ട്. ഒന്നാമതായി ഹോർമോണുകളുടെ പങ്ക് പരിശോധിക്കാം. സ്തനങ്ങളിലെ ശരിയായ സ്പർശനവും ഉത്തേജനവും സ്ത്രീകളുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ, ഡോപമിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് സ്ത്രീകളിൽ സന്തോഷവും പങ്കാളിയോട് മാനസികമായ അടുപ്പവും ലൈംഗിക താൽപര്യവും വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായി വലിപ്പവും സെൻസിറ്റിവിറ്റിയും. വലിയ സ്തനങ്ങൾക്കാണോ അതോ ചെറിയ സ്തനങ്ങൾക്കാണോ കൂടുതൽ ലൈംഗിക സംവേദനക്ഷമതയുള്ളത്? ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്തനങ്ങളുടെ വലിപ്പമല്ല ഇതിൽ പ്രധാനം എന്നാണ്. ചെറിയ സ്തനങ്ങളിൽ നാഡീവ്യൂഹങ്ങൾ നെർവ് എൻഡിങ്സ് വളരെ അടുത്തടുത്തായി സ്ഥിതിചെയ്യുന്നതിനാൽ ചിലരിൽ ചെറിയ സ്പർശനം പോലും വേഗത്തിൽ അനുഭേദകമാകാം. എന്നാൽ വലിയ സ്തനങ്ങളിൽ ഫാറ്റ് ടിഷ്യൂ കൂടുതലായതിനാൽ അനുഭവം വ്യത്യസ്തമായിരിക്കാം. ചുരുക്കത്തിൽ വലിപ്പമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും നാഡീഘടനയാണ് പ്രതികരണത്തെ നിർണ്ണയിക്കുന്നത്. അടുത്തതായി മിഥ്യാധാരണകളും യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രധാന മിഥ്യാധാരണകൾ നമുക്ക് തിരുത്താം. ആദ്യത്തെ മിഥ്യാധാരണയാണ് വലിയ സ്തനങ്ങളുള്ള സ്ത്രീകൾക്ക് മാത്രമേ പൂർണ്ണ ലൈംഗിക സംതൃപ്തി ലഭിക്കൂ എന്നൊരു മിഥ്യാധാരണ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നോക്കാം. തികച്ചും തെറ്റാണ്.
സ്ത്രീകളുടെ രതിമൂർച്ച പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ക്ലിറ്റോറിസ് ഉത്തേജനത്തെയും മാനസികമായ ശാന്തതയെയും പങ്കാളിയുമായുള്ള തുറന്ന ആശയവിനിമയത്തെയുമാണ്. സ്ഥാനവലുപ്പത്തിന് ഇതിന് യാതൊരു പങ്കുമില്ല എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ മിഥ്യാധാരണയാണ് സ്തനങ്ങൾ എപ്പോഴും ദൃഢമായിരിക്കണം എന്നൊരു മിഥ്യാധാരണയുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രായം, ശരീരഭാരത്തിലെ മാറ്റങ്ങൾ, ആർത്തവചക്രം, പ്രസവം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് സ്തനങ്ങളുടെ മൃദുത്വത്തിലും ഘടനയിലും മാറ്റങ്ങൾ വരുന്നത് തികച്ചും പ്രകൃതിദത്തമാണ്. ഏതൊരു ബന്ധത്തിലും ലൈംഗികത എന്നത് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കണം. സ്ത്രീകൾ സ്വന്തം ശരീരത്തെ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും നോക്കിക്കാണാൻ പഠിക്കണം. മറ്റുള്ളവരുടെ അളവുകോലിലേക്ക് സ്വയം ചുരുങ്ങേണ്ടതില്ല. അതുപോലെ പുരുഷന്മാർ തങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും തയ്യാറായിരിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. മാസത്തിലൊരിക്കൽ സ്വയം നടത്തുന്ന സ്തനപരിശോധന (സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ) ശീലമാക്കുക. എന്തെങ്കിലും അസ്വാഭാവികമായ തടിപ്പുകളോ വ്യത്യാസങ്ങളോ കണ്ടാൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി പങ്കുവയ്ക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.